നമസ്കാരം. ഞാൻ ഡോക്ടർ ജിൻസൺ പോൾ, മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. കുട്ടികളിലും കൗമാരപ്രായക്കാരിലും കണ്ടുവരുന്ന ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഹോർമോണാണ്. പ്രധാനമായും കുട്ടികളുടെ ശരീര വളർച്ച, അതുപോലെ അവരുടെ ബുദ്ധിവികാസം എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം കുട്ടികളിൽ നമ്മൾ യഥാസമയം കണ്ടെത്തി അത് ചികിത്സിച്ചില്ല എങ്കിൽ ഇത് അവരുടെ ശരീര വളർച്ചയെയും ബുദ്ധിവികാസത്തെയും വളരെ കാര്യമായി ബാധിച്ചേക്കാം. എന്തൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. പ്രധാനമായും കുട്ടികളിൽ 2 ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. ഒന്ന്, കുട്ടികളുടെ വളർച്ചക്കുറവ്, അതായത് അവരുടെ ഉയരം അവരുടെ വയസ്സിനനുസരിച്ച് ഉയരം വയ്ക്കാതിരിക്കുക. 2, പ്രായപൂർത്തിയാകുന്നത് വൈകുക, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ആർത്തവം ആരംഭിക്കുന്നത് വൈകി വരിക. മറ്റു ചില ലക്ഷണങ്ങൾ കൂടെ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഭാഗമായി കാണാം. അതാണ് പ്രധാനമായും നമുക്ക് അമിതമായ വണ്ണം, വിശപ്പ് കുറയുക, കാലുകളിൽ നീര്, കോൺസ്റ്റിപ്പേഷൻ, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ആർത്തവ സമയത്ത് അമിതമായ രക്തസ്രാവം, ക്രമം തെറ്റി വരുന്ന ആർത്തവം എന്നിവയെല്ലാം ഹൈപ്പോതൈറോയിഡിസിൻ്റെ മറ്റു ലക്ഷണങ്ങളാണ്. എന്തെല്ലാമാണ് കുട്ടികളിൽ ഹൈപ്പോതൈറോയിഡിസം വരാനുള്ള കാരണങ്ങൾ? ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന രോഗമാണ് കോമൺ ആയി കാണപ്പെടുന്ന കുട്ടികളിൽ ഹൈപ്പോതൈറോയിഡിസം വരാനുള്ള കോമണസ്റ്റ് കോസ്. ഇതിൽ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഓട്ടോ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയും ഈ ആൻറ്റിബോഡീസ് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ അറ്റാക്ക് ചെയ്ത് ഈ തൈറോയ്ഡ് കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിൽ കുറയുന്നു. രണ്ടാമതായി കൺജനറ്റൽ ഹൈപ്പോതൈറോയിഡിസം, അതായത് ജനന സമയത്ത് തന്നെ കുട്ടികളിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ. പിന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്, അമിയോഡറോൺ അതുപോലെ ഉള്ള മരുന്നുകളുടെ ഉപയോഗം, പിന്നെ അയഡിൻ ഡെഫിഷ്യൻസി, പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ വരുന്ന തകരാറുകൾ എന്നിവയെല്ലാം ഹൈപ്പോതൈറോയിഡിസം കുട്ടികളിൽ വരാനുള്ള മറ്റു ചില കാരണങ്ങളാണ്. ഈ അസുഖം നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? വളരെ ലളിതമായ TSH, T4 എന്നീ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ഡിറ്റക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരിയായ അളവിൽ തൈറോക്സിൻ ടാബ്ലറ്റ് കഴിച്ചാൽ നമുക്ക് ഈ അസുഖം വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയും. അതുവഴി നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ വളർച്ച നമുക്ക് ഉറപ്പാക്കാനും സാധിക്കും. ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. താങ്ക് യു.